2026 കേരളം UDF ഭരിക്കില്ല. നിങ്ങൾക്കത് കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നാം. കാരണം കടുത്ത ഭരണവിരുദ്ധ തരംഗം നിലനിൽക്കുകയാണ് കേരളത്തിൽ. LDF ഭരണത്തിനെതിരെ പ്രതിഷേധമുണ്ട്. LDF ഭരണത്തിനെതിരെ പ്രതിഷേധം മാത്രമല്ല, പല വിധത്തിലുള്ള അപഖ്യാതികളുമുണ്ട്. പക്ഷേ UDF ഭരിക്കില്ല. അതിനുള്ള കാരണങ്ങളാണ് പൊളിറ്റിക്സ് കേരള പറയുന്നത്. പൊളിറ്റിക്സ് കേരളയുടെ സർവേ വൈകാതെ തന്നെ ഞങ്ങൾ പുറത്തുവിടും. ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും LDF വലിയ കുതിപ്പ് തന്നെ നടത്തും. അത് സ്വാഭാവികമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ എക്കാലവും LDF വലിയൊരു കുതിപ്പ് തന്നെ നടത്താറുണ്ട്. പക്ഷെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ UDF ശക്തമായ രീതിയിൽ തിരിച്ചു വരുന്നതും കാണാറുണ്ട്. കഴിഞ്ഞ 2 വർഷമായി UDF തകർന്ന് തരിപ്പണമായി. ഒരുപാട് വിവാദങ്ങൾ നിലനിൽക്കവെയാണ് കഴിഞ്ഞ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് എന്ന് ഓർക്കണം. സ്വർണ്ണക്കടത്ത്, ലൈഫ് മിഷൻ അഴിമതി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് അഴിമതികൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും ചുറ്റിപ്പറ്റി ഉണ്ടായെങ്കിലും LDF അധികാരത്തിൽ. അതിന് കാരണങ്ങൾ പലതാകാം. ക്ഷേമ പെൻഷൻ ഒരു കാരണമാണ്. മറ്റൊന്ന് പ്രളയം, കോവിഡ്, ഓഖി, ഇതൊക്കെ കാരണമാണ്. അവിടെയൊക്കെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ നടത്തിയ ഇടപെടലുകൾ ഒരു കാരണമായി മാറി രണ്ടാം പിണറായി സർക്കാരിന്. മൂന്നാമതും LDF വരുന്നതിന് പ്രധാന കാരണമാകുന്നത് UDFിലെ പടലപ്പിണക്കമാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിലെ പടലപ്പിണക്കമാണ്. കോൺഗ്രസിൽ ഇപ്പോൾ 2 ഗ്രൂപ്പുകൾ ശക്തിയാർജിച്ച് നിൽക്കുന്നു. രമേശ് ചെന്നിത്തല ഗ്രൂപ്പും BD സതീശൻ ഗ്രൂപ്പും. BD സതീശനാണ് സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കോൺഗ്രസിനെ തെരഞ്ഞെടുപ്പിന് നയിക്കേണ്ടത്. പക്ഷേ BD സതീശനെ വെട്ടിമാറ്റി രമേശ് ചെന്നിത്തല മുന്നോട്ട് വരാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പമാണ്. ഈ ഒരു വട്ടം വലി UDFിൽ വല്ലാതെയുണ്ട്. മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ ശക്തിക്ഷയമാണ്. മുസ്ലിം ലീഗുകാർ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കോട്ടകളിൽ SDPIയും വെൽഫെയർ പാർട്ടിയും ഒക്കെ സ്വാധീനം ഉറപ്പിച്ചിരിക്കുന്നു. SDPIയും വെൽഫെയർ പാർട്ടിയും പൊതുവെ LDFിനെ പിന്താങ്ങുന്ന മുസ്ലിം ജനവിഭാഗമാണ്, മുസ്ലിം രാഷ്ട്രീയ സംഘടനകളാണ്. അതുകൊണ്ട് തന്നെ അവർ LDFിന് അനുകൂലമായി കഴിഞ്ഞ തവണ നിലയുറപ്പിച്ചു. ഇത്തവണയും അങ്ങനെ തന്നെ നിലയുറപ്പിക്കും. എന്തൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ടായാലും ഇലക്ഷൻ വരുമ്പോൾ സംഘപരിവാറിനെ എതിർക്കാനുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അവർ CPMനെയും ഇടതുപക്ഷത്തെയും സപ്പോർട്ട് ചെയ്യും. മറ്റൊന്ന് LDFിൻ്റെ കെട്ടുറപ്പാണ്. പിണറായി വിജയൻ്റെ കീഴിൽ LDF കെട്ടുറപ്പോടെ പ്രവർത്തിക്കുന്നു. ശക്തമായ അടിത്തറ ഇട്ടുകൊണ്ട് തന്നെ LDF പ്രവർത്തിക്കുന്നു. അതിന് LDFിന് എന്താ പറയുക, CPI CPM തർക്കങ്ങളൊന്നും ഇപ്പോൾ സജീവമല്ല. ബിനോയ് വിശ്വം CPI സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം CPMുമായി ഒരു സമവായത്തിലാണ് പോകുന്നത്. മാത്രമല്ല, CPMൻ്റെ കീഴിൽ LDF കെട്ടുറപ്പോടെ തന്നെ തെരഞ്ഞെടുപ്പിന് ഇറങ്ങും എന്നുള്ളത് ഉറപ്പാണ്. ഇനിയുള്ള മറ്റൊരു കാരണം BJP വോട്ടുകളാണ്. BJP വോട്ടുകൾ ആർക്ക് പോകും എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ശക്തമായ പ്രകടനം നടത്തിയിരുന്നു. ഈ BJP പിടിക്കുന്ന വോട്ടുകൾ കൂടുതലും UDFിൻ്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് എന്നുള്ളത് ശ്രദ്ധേയമാണ്. പല മണ്ഡലങ്ങൾ നോക്കിയാലും നമുക്ക് അറിയാൻ പറ്റും. BJP പിടിക്കുന്ന വോട്ടുകൾ UDFിൻ്റെ വോട്ടുകളാണ്. അതുകൊണ്ട് തന്നെ UDFിന് 2026 അത്ര എളുപ്പമായി.